ഹലോ. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഈ നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെല്ലാം ഡിഷസ് കഴിക്കാൻ പറ്റും. ചിക്കനും മീനും പിന്നെ ബീഫും മട്ടനും ഒക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതേസമയം ഈ വെജിറ്റേറിയൻകാർ എന്താണ് എപ്പോഴും കഴിക്കുന്നത്? അവർക്കൊന്ന് സ്പെഷ്യലായിട്ട് കഴിക്കണം എന്ന് തോന്നിയാൽ അവരെന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. പിന്നെ നോൺ വെജിൻ്റെ അതേ രുചിയിൽ വെജ് വെക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം അവരുടെ മെനു ഒക്കെ കാണുമ്പം കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് വെജിറ്റേറിയൻസിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ സാധാരണ മീറ്റൊക്കെ വെക്കുന്ന അതേ ഒരു റെസിപ്പിയിൽ തന്നെ സോയാബീനും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോമ്പൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ കുറേ ദിവസം അടുപ്പിച്ച് നോമ്പൊക്കെ എടുക്കുമ്പം എല്ലാവരും മടുക്കും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ, ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സോയാബീനൊക്കെ ഇച്ചിരി ഹെൽത്തിയും കൂടിയാണല്ലോ, നല്ല ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീൻസും ഒക്കെ ഉള്ള സാധനമായതുകൊണ്ട് കഴിച്ചാലും നല്ലതാണ്. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.